സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും വലിയ വാർത്തയായിരിക്കുന്ന ലോക വാർത്ത തന്നെയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനിസ്വേലയുടെ പ്രസിഡൻറ്റിനെ തട്ടിക്കൊണ്ടുപോയി ന്യൂയോർക്കിലെ ജയിലിൽ പാർപ്പിച്ചിട്ട് കോടതിയിൽ വിചാരണയ്ക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് ഏത് നിയമപ്രകാരമാണെന്നുള്ളത് അമേരിക്കൻ ആദ്യ ലോകത്തിന് തന്നെ ശരിക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രസിഡൻ്റുണ്ട്. പണ്ട് പാനമയുടെ പ്രസിഡൻറ്റിനെ ഇതുപോലെ തട്ടിക്കൊണ്ടുവന്ന് ഫ്ലോറിഡയിൽ വെച്ച് വിചാരണ ചെയ്ത് ജയിലിലടയ്ക്കുകയൊക്കെ ചെയ്തു. ഇത് പറയുന്നത് മയക്കുമരുന്ന് കടത്താണ് പ്രശ്നം. ആക്ച്വലി മയക്കുമരുന്ന് അമേരിക്കയിൽ നടക്കുന്നത് പോലെയുള്ള ഏറ്റവും വലിയ വ്യാപാരം വേറെ ഒരിടത്തും നടക്കുന്നതെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതൊരു മുഖം മൂടി മാത്രമാണ്. ട്രംപിന് ജനപ്രീതി ഉണ്ടാക്കാനായിട്ടുള്ള ചില ഞൊടുക്കുവിദ്യകളിൽ ഒന്നായിട്ട് വേണം ഇതിനെ കരുതാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനിസ്വേലയിൽ അവരുടെ പ്രസിഡൻറ്റിനെ അടിച്ചുകൊണ്ട് പോയതിനെതിരായിട്ട് വൻ പ്രക്ഷോഭമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നല്ലൊരു ഭാഗം ജനതയ്ക്ക് അതൊരു ആശ്വാസമായി തീർന്നിരിക്കുകയാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പൊക്കെ തന്നെ ഒരു പ്രഹസനമാക്കി കുറേ കാലമായിട്ട് അവിടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ലാതാക്കി. മറ്റു പല അയൽ രാജ്യങ്ങളിലും കൊളംബിയയിലും ബ്രസീലിലും ഒക്കെ വലിയ തകരാറില്ലാതെ ഡെമോക്രസീസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ കാലമായിട്ടത് ക്യൂബയുമായിട്ടുള്ള ബന്ധം, ക്യൂബൻ വൈറ്റ് കോളർ എംപ്ലോയീസാണ് ആക്ച്വലി വെനിസ്വേലയിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും അതുപോലെ തന്നെ അവരുടെ സൈന്യത്തിലും ഉള്ളത്. ഇപ്പോൾ തന്നെ ഈ ഓപ്പറേഷനിൽ രാജ്യരാമാനം പ്രസിഡൻറ്റിനെ കടത്തുന്ന എന്താ പറയുക സാഹസത്തിൽ 40-50 സോൾജേഴ്സ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് അതെല്ലാം ക്യൂബക്കാരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്കാലവും ഈ സൗത്ത് അമേരിക്കൻ ഐക്യനാടുകൾക്ക് പഥ്യമായിരുന്നു. സൗത്ത് അമേരിക്കയിലെ 5-6 രാഷ്ട്രങ്ങളെ ഒരുമിച്ച് സ്പെയിൻ കോളനി പവറിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്ത സിമോൺ ദി ബോളിവാർ, അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും നല്ല ബയോഗ്രഫി ഗാർസിയ മാർക്കേസിൻ്റെതാണ്. ഓരോ രാഷ്ട്രത്തിനും ഓരോ രാഷ്ട്രപിതാവുണ്ട്. പക്ഷേ 5-6 രാഷ്ട്രങ്ങൾക്ക് ഒരുമിച്ച് ഒരു രാഷ്ട്രപിതാവ്. അദ്ദേഹത്തിൻ്റെ അന്ത്യമൊക്കെ കുറച്ച് ദാരുണമായിരുന്നു. അദ്ദേഹം കാര്യമായിട്ട് ശ്രമിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ലാറ്റിൻ അമേരിക്ക എന്നും പറഞ്ഞൊരു സംവിധാനം പടുത്തുയർത്തുവാനായിട്ട് കാര്യമായി ശ്രമിക്കുന്നതിന് വേണ്ടി ഐക്യനാടുകളിൽ പലതവണ വരികയൊക്കെ ചെയ്തു. പക്ഷേ ഇതിനെല്ലാം ശരിക്ക് USA പാരവയ്ക്കുകയും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള സകലമാന നടപടികളും എടുക്കുകയും അവസാനം നമ്മൾ ഇപ്പോൾ സുപ്രസിദ്ധിയായ മൺട്രോ ഡോക്ട്രിൻ, അതായത് ലാറ്റിൻ അമേരിക്കയിൽ ഇനി ഏതെങ്കിലും ഫോറിൻ പവേഴ്സ് വന്ന് കോളനി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ആക്ട് ഐക്യനാടുകൾക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാകുമെന്നും അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇടപെടാനായിട്ടുള്ള അധികാരമുണ്ടെന്നും. അപ്പോൾ അതിൻ്റെ പിടിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ട്രംപും അവിടെ വെനിസ്വേലയിൽ എത്തിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ചരിത്രം. അമേരിക്കൻ ഭരണഘടന അനുസരിച്ചിട്ട് അമേരിക്കൻ ഐക്യനാടുകൾക്ക് ഒരു കോളനിയും വച്ചു വാഴിക്കുവാനായിട്ടുള്ള അധികാരമില്ല. ഇപ്പോൾ സ്പാനിഷ് വാറിൽ അമേരിക്ക ജയിച്ചിട്ട് 400 കൊല്ലം ഫിലിപ്പൈൻസ് സ്പാനിഷ് കോളനിയായിരുന്നു. അത് യുദ്ധം ജയിച്ചതിന് ശേഷം അത് അമേരിക്കയുടെ കയ്യിൽ വന്നു. പക്ഷേ അമേരിക്കയ്ക്ക് അതൊരു കോളനിയാക്കി പുലർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള നിയമപ്രശ്നമുള്ളത് കൊണ്ട് 10-40 കൊല്ലം കയ്യിൽ വെച്ചത് എന്തൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കാരണങ്ങൾ അത് കഴിച്ചിട്ട് അതിന് ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് അവർ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയാണ്. അവരുടെ ബഡ്ജറ്റ് ഡെഫിസിറ്റിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവും. പക്ഷേ
എന്തെല്ലാമാണെന്നുണ്ടെങ്കിൽ ഇന്നും ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായിരിക്കുന്ന ഒരു കറൻസി അമേരിക്കൻ ഡോളറാണ്. അപ്പോൾ ഇതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർ നടത്തിയിട്ടുള്ള എന്താ പറയുക, ഒരു തരത്തിൽ കൃത്രിമ ഇടപാടുകൾ. ഇപ്പോൾ തന്നെ പെട്രോൾ ഡോളർ, അതായത് എത്രയോ കാലം ലോകത്തിൽ ആരും പെട്രോള് വിൽക്കണമെങ്കിൽ അത് അമേരിക്കൻ ഡോളറിൽ തന്നെ വിനിമയം ചെയ്യണമെന്ന് പറഞ്ഞൊരു നിയമം, ഒരു അലിഖിത അതോ ലിഖിത, അത് ഹെൻറി കിസിഞ്ചർ പണ്ട് സൗദി അറേബ്യയായിട്ട് ചേർന്നുണ്ടാക്കിയ ഒരു എന്താ പറയുക ഉടമ്പടി എന്ന് പറയാൻ നോക്കില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതിൻ്റെ പേരിലാണ് സൗദിയുടെ കംപ്ലീറ്റ് ഡിഫൻസ് കാലത്തും അമേരിക്ക നോക്കിക്കൊള്ളാമെന്ന് സമ്മതിക്കുകയും അവർ തന്നെ അമേരിക്കയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ച അന്ന് ഓയിൽ എംബാർഗോ അമേരിക്കയിലേക്ക് നടത്തിയ കിങ് ഫൈസലിനെ വധിക്കുകയും ചെയ്തു. അതിൻ്റെ പിന്നിൽ CIA ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വന്നിരിക്കുന്നത് വെനിസുലയുടെ ഓയിൽ റിസർവ്സ് ആക്ച്വലി സൗദി അറേബ്യക്കാലും വലുതെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ 1% 2% ഇതൊരിക്കലും ടാപ്പ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ലോകത്തിലുള്ള മിക്കയിടത്തുള്ള ഓയിൽ വെൽസ് എക്സ്പ്ലോർ ചെയ്യുന്നതിൽ അമേരിക്കൻ, ബ്രിട്ടീഷ് അവരുടെ ടെക്നോളജിയും അതുമൊക്കെ തന്നെയാണ് എല്ലായിടത്തും ടു സം എക്സ്റ്റെൻറ്റ് റഷ്യയുടെയും. പക്ഷേ വെനിസുലയുടെ ഏറ്റവും വലിയ ഓയിൽ കസ്റ്റമർ ചൈനയായിരുന്നു. അപ്പോൾ അതിലുള്ള ഡീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ തരണ്ട, നിങ്ങളുടെ ചൈനീസുകാരൻ തന്നു കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു അത് ഏറ്റവും, അതായത് ചൈനയുടെ ഓയിൽ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഓയിൽ അവർ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് യുവാൻ കൊടുത്തിട്ട് അതിന് ഡോളറിൻ്റെ ചിലവൊന്നുമില്ലാതെ വെനിസുലയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിലുള്ള ഏറ്റവും വലിയ മാനസിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യക്കാരൻ ഓയിൽ വിൽക്കുന്നതല്ല, പക്ഷേ അത് ഓയിൽ വിറ്റ് ഇന്ത്യയിൽ നിന്ന് ഡോളർ വാങ്ങിച്ചിരുന്നുണ്ടെങ്കിൽ അമേരിക്ക ഒരു പരാതിയും കാണില്ല. കാരണം നമ്മൾ രൂപ കൊടുത്ത് ഓയിൽ വാങ്ങുന്നതാണ് പ്രശ്നം. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഡോളറിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്താനായിട്ട് എന്ത് ഹീന പ്രവൃത്തിയും അവർ ചെയ്യും. ഇപ്പം നൈജീരിയയിലുള്ള വംശ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടതിൽ പലതവണ ട്രംപ് പറഞ്ഞ് ഞങ്ങളെ പട്ടാളം വേണമെങ്കിൽ അവിടെ ഇറങ്ങി. അവിടെയും പ്രശ്നം എന്ന് വെച്ചാൽ നൈജീരിയയിലും കാര്യമായിട്ട് ഓയിൽ റിസർവ്സ് ഉണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ദിവസം പോലും എടുക്കില്ല ക്യൂബയോടെങ്കിൽ അനക്സ് ചെയ്യാൻ. പക്ഷേ അനക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹേവന്മാർക്ക് പോർട്ടോറിക്ക് അനക്സ് ചെയ്ത് പോലത്തെ അവസ്ഥയാണ്. ഒരു വിധത്തിൽ അവർക്ക് സ്റ്റേറ്റ് ഫുഡ് കൊടുക്കാൻ സാധിക്കില്ല. സ്റ്റേറ്റ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ 2 സെനറ്റർമാർ അവിടെ നിന്ന് വരും. അതോടെ അമേരിക്കയുടെ ഇപ്പോഴത്തെ ലെജിസ്ലേച്ചർ ബാലൻസ് തെറ്റും. ഇതൊക്കെയാണ് ഇത്. ഇങ്ങനെ ഒരുപാട് ഗിമിക്കുകൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന മഡൂറ വെനിസുലൻ പ്രസിഡൻറ്റ് അമേരിക്കയുടെ ജയിലിലെത്തുന്നു. കാരണം അമേരിക്കൻ കോടതികൾ ഇയാൾ കള്ളക്കടത്ത് നടത്തിയെന്നുള്ളതിന് തെളിവുകളൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്റ്റാൻഷ്യലായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാം. പക്ഷേ ഇതൊരു വലിയ വാർത്തയാക്കി അവിടെ ഒരു ഭരണ മാറ്റം അവർ സംഭവിപ്പിച്ചിരിക്കുന്നു. അതായത് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സർക്കാർ മാത്രമേ കുറേ കാലത്തേക്ക് ഇനി വെനിസുലയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ മറ പിടിച്ചിട്ട് അവരുടെ ഓയിൽ ബിസിനസ്സിൽ കാര്യമായിട്ട് അവർ ഇടപെടുകയും അങ്ങനെ ഡോളറിൻ്റെ സ്ഥിരത ക്ക് ഒരു ആക്കം ഉണ്ടാക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കളികൾ. നമ്മൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയല്ലോ ഡോളറിന് മാറ്റി നിർത്താനായിട്ട്. അതിൽ കൗതുകരമായ ഒരു കാര്യം, ഡോളറിനെ ആഗോള കറൻസിയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ഇന്ത്യക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ അത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഒരു ബ്രിക്സ് കറൻസി വരാത്തതിൻ്റെ കാരണം. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അണ്ടർ കറൻസ് പൊതുജനം കാര്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നില്ല. അമേരിക്ക ഇങ്ങനത്തെ കുറേ ഗിമിക്കുകളൊക്കെ കാണിച്ച് കുറേ കാലത്തേക്ക് ഡോളറിൻ്റെ സുപ്രഭാതിത്വം നിലനിർത്തിക്കൊണ്ട് പോകും. ഇതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് കണ്ടു തന്നെ മനസ്സിലാക്കാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.